ഇപ്പോൾ ഒരു പുതിയ കോഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള നിലയിൽ ഇപ്പോൾ എഡ്യൂതാലിമിന്റെ സൈഡിൽ നിന്ന് ഈ കേരളത്തിലെ ആളുകൾക്ക് കൊടുക്കാനുള്ള അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും ബേസ്ഡ് ആയിട്ട്? ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ്ലി സിലബസ് സ്റ്റുഡൻസ് 10th മുതൽ PG വരെയുള്ള സ്കിൽ കോഴ്സുകളൊക്കെ പവേർഡ് എഡ്യൂതാലിം കണ്ടാണ്. എല്ലാത്തിലും LLMs കൊടുക്കുന്നു. സ്റ്റുഡൻസിന് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആപ്പിലും ന്റെ ആക്സസ് ഉണ്ട്. ഇപ്പൊ ഒരു ടീച്ചറിന്റെ ആവശ്യമല്ല, അവനക്ക് എന്ത് സംശയങ്ങൾ ചോദിക്കാൻ ഇതിനൊക്കെ സിസ്റ്റംസ് നമ്മൾ കൊടുത്തു. ഇപ്പൊ നമ്മൾ അടുത്തൊരു ചെയ്യണമെന്ന് എന്താ വെച്ചാൽ അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അതിന്റെ സപ്പോർട്ടുകൾ കൊടുക്കുക. അതിന് അവിടുത്തെ ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അതിന്റെ ഒരു വർക്ക്ഷോപ്പുകൾ കൊടുത്തിട്ട് കുട്ടികളെ കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കാനും ഇതാക്കാനൊക്കെ വരണം. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂസിന് ആൾക്കാർ വരുമ്പോൾ സ്വാഭാവിക പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല. പക്ഷെ ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ഒന്ന് സെർച്ച് ചെയ്താലും എല്ലാം അവൈലബിൾ ആണ് വിരൽത്തുമ്പിൽ. പക്ഷെ അതൊന്നും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ആ രീതിയിൽ ആളുകളെ സ്കില്ലൊന്നും കൂടി എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം എന്ന രീതിയിൽ. ഞാനൊരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഡിസൈനിങ്ങിൽ എല്ലാ കോഴ്സിലും ഉണ്ടായിരുന്നില്ല. എല്ലാ കോഴ്സിലും ഉണ്ട്.